Hello, my dear friends. I'm your teacher Amma, and welcome back to my easy English class. Today we are going to learn about future perfect tense, the third member of future tense family. So let's go to the class. What is future perfect tense? Yes, future perfect tense is used to talk about an action that will be completed before a specific time or event in the future. ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലത്തിലെ മൂന്നാമത്തെ ആളെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിരിക്കുമെന്ന് കാണിക്കുന്നതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി പൂർത്തിയായിരിക്കും, കംപ്ലീറ്റഡ്, പൂർത്തിയായിരിക്കും. എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാളും കൂടെ ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോം ഓഫ് ദ വെർബും ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാൾ ഉണ്ടായിരിക്കും, കൂടെ തന്നെ ഹാവ് ഉണ്ട്, ഒപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അഥവാ V3 ഫോം ഓഫ് ദ വെർബും കൂടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് വി ഷാൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നൈറ്റ്. രാത്രിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വർക്ക്, പണി, ഫിനിഷ്ഡ്, പൂർത്തിയാക്കിയിരിക്കും. വി ഷാൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നൈറ്റ്. രാത്രിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണി മുഴുമിപ്പിച്ചിരിക്കും. ദെൻ ദ സെക്കൻഡ് വൺ, ഷീ വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബിഫോർ ഇറ്റ് റെയിൻസ്. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ അവളുടെ വീട്ടിൽ എത്തിയിരിക്കും. We will have completed the project by tomorrow. നാളെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ടൈം, ഒരു സ്പെസിഫിക് ടൈം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ദ ടൈം എക്സ്പ്രഷൻസ് ഓഫൺ യൂസ്ഡ്. പലപ്പോഴായി എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും: ബൈ ദ ടൈം, അതായത് ബൈ ദ നൈറ്റ്, ബൈ ടുമോറോ, ബൈ 8 PM, ബൈ ഈവനിങ്. പിന്നെ ഇയർ, വർഷം കൊടുക്കും. 2025 അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇയർ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കുമല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ബിഫോർ ആണ്. കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ കണ്ടുപിടിക്കുമല്ലോ. നിങ്ങളുടെ ഗ്രാമർ നോട്ടിൽ എഴുതി വയ്ക്കാനും മറക്കരുതേ. Here I wind up today's class and see you in the next class. Till then, bye bye.